നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. സ്ഥാനാർത്ഥികൾ നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളുടെ പോക്ക് ആലോചിക്കാവുന്നതിനും അപ്പുറത്താണ്. ഫ്ലക്സുകളിലും പോസ്റ്ററുകളിലും പ്രസംഗങ്ങളിലും മാത്രമല്ല, ഓൺലൈൻ പ്രൊമോഷനുകളിലടക്കം വ്യത്യസ്തമായ വഴികൾ സ്വീകരിക്കുകയാണ്. ചിലരുടെയൊക്കെ പ്രചാരണം കണ്ട് പ്രാന്ത് പിടിച്ച് നടക്കുന്നവരും നാട്ടിലുണ്ട്. മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് മത്സരത്തിനിറങ്ങിയ MV നികേഷ് കുമാറിന് ഊണും ഉറക്കവുമില്ലാത്ത പ്രചാരണ കാലമാണ്. സാധാരണ രാഷ്ട്രീയക്കാരുടെ പോലെ നാട്ടിലിറങ്ങി രാഷ്ട്രീയം പറഞ്ഞ് ശീലമില്ലാത്തതിനാൽ അവരെ മറികടക്കുകയാണല്ലോ ആദ്യം വേണ്ടത്. അതിനുള്ള കുറുക്കുവഴികളാണ് രാവും പകലുമില്ലാതെ പയറ്റുന്നത്. UDFനെയും പ്രത്യേകിച്ച് ലീഗ് സ്ഥാനാർത്ഥി KM ഷാജിയെയും വെല്ലാനുള്ള കരുത്ത് നേടുകയും വേണമല്ലോ. ഇതിൻ്റെ ഭാഗമായി നേരം വെളുത്താൽ ക്രിക്കറ്റ് ബാറ്റും എടുത്ത് കായിക വിനോദങ്ങളാണ് മുഖ്യം. ബോളും ബാറ്റും ഒരുപോലെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള പരിപാടികൾ. നമുക്കൊരു 4 ബാറ്റ് കൂടി വാങ്ങിക്കണം സാർ. ബാറ്റില്ലാത്ത എന്റെ കുഴപ്പമേ ഉള്ളൂ. ബാറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാ എടുത്താടേക്കെ ഇങ്ങനെ വീശി മാറാനല്ലേ, അതിനിത് ധാരാളം മതി. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ഇതിങ്ങനെ പൊക്കി പിടിച്ച് 4 വശത്തേക്കൊക്കെ നോക്കി നിലന്തല്ലി മാതിരി ഇങ്ങനെ ഇടിച്ച് ദൂരേക്ക് നോക്കി കൈവീശി കാണിച്ച് അതിന്റെ ഒരു ലൈൻ അതാ. അല്ല സാർ, ആ ബോളിംഗ് എടുത്തേ, ഞാനൊന്ന് എറിഞ്ഞു നോക്കട്ടെ. എന്തിനാ നീ ഇപ്പൊ വെറുതെ ബോളർ അല്ലേ? അതിന് നിനക്ക് എറിയാ അറിയോ? ട്രാൻസ്പോർട്ട് ബസ്സിലിട്ട് എറിയാനല്ലേ നിനക്കറിയൂ? അതിങ്ങനെ അറിയാ? അതിങ്ങനെ ഈ കയ്യിലേക്ക് ഇട്ട് ഇങ്ങനെ അമ്മാനൊക്കെ ഒന്ന് കളിച്ച് നന്നായിട്ടൊരു തുപ്പ് തുപ്പി പാനിന്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകുവശത്തും കിട്ടും വന്നിട്ട് ഉരച്ച് വൃത്തികേടാക്കി അറപ്പ് തോന്നണം അവിടെ നിൽക്കുന്നവന്. അപ്പൊ അവൻ മാറിക്കൊള്ളും. ഞാൻ കാണിച്ചുതരാം. ഒന്ന് മാറിയെന്ന് ലിസൺ ടു മീ. ക്രിക്കറ്റ് കളിയൊക്കെ കൊള്ളാം. എതിരാളികൾ പലവിധ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകന്റെ രാഷ്ട്രീയ പ്രവേശം, കൂത്തുപറമ്പ്, MVR തുടങ്ങി പല വഴിക്ക് പോകുന്ന വിമർശനങ്ങൾ. തെരഞ്ഞെടുപ്പ് കൺവെൻഷനൊക്കെ നടത്തിയാൽ മതിയോ? അതിനെല്ലാം മറുപടി ഈ കൺവെൻഷനിൽ തന്നെ പറയണ്ടേ? ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്രമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. രണ്ട് പതിറ്റാണ്ട് കാലം ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 1986 അച്ഛൻ പാർട്ടി വിട്ടതിന് ശേഷം, അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഘട്ടത്തിൽ ആണ് സംഭവിക്കുന്നത്. അതിനുശേഷം കക്ഷി രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറയാം. എന്നാലും MVR അച്ഛനാണല്ലോ. CPIM-ൽ നിന്ന് പോയതിന് ശേഷം അച്ഛൻ്റെ രാഷ്ട്രീയത്തോട് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. ശരിയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയത്തോട് മകൻ എന്നുള്ള നിലയിൽ അനുഭാവമുണ്ടായിരുന്നു. പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുമ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമൊക്കെ എങ്ങനെ സാധ്യമാകും? പല കാര്യങ്ങളും മറച്ചു പിടിക്കേണ്ടി വരും. പലതും കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ചെറുകക്ഷി രാഷ്ട്രീയത്തിൽ ഒരു വശം മാത്രമാണ് നാം പറയുക എങ്കിൽ, മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം 2 വശവും പറയാൻ കഴിയും. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി 2 വശവും പറയാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകനാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ UDFൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. LDF അധികാരത്തിൽ വരുമ്പോൾ അവർക്കെന്തെങ്കിലും പിശക് പറ്റുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ 10-20 വർഷം കടന്നുപോയി. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു, മതി, ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക, ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം അണിചേരുക എന്ന്. ആഗ്രഹിച്ചതുപോലെ നാട്ടിലേക്ക് പോയി
ഇടതുപക്ഷത്തോടൊപ്പം അണിചേർന്നു. എന്നാലും ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ സാധ്യത ഉപേക്ഷിക്കണമായിരുന്നോ? ദൃശ്യമാധ്യമ രംഗത്ത് ഞാൻ 10-12 വർഷങ്ങളായി ഒരു 2 ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ ഏറ്റവും എഡിറ്റർ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് ഓരോ വിഷയത്തിലും, എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും വിഷയാധിഷ്ഠിതമായി നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം, ഈ 5 വർഷക്കാലം കേരളത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുടെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ, സോളാർ വിടുക, ബാർകോഴ വിടുക, ഈ പേരുകെട്ട എല്ലാ അഴിമതികളും വിടുക, അവസാന ക്യാബിനറ്റ് 300ഓളം ഫയലുകൾ തീർപ്പാക്കിയ കടുംവെട്ട് ക്യാബിനറ്റ് മാത്രം എടുക്കുക. ഒരു ക്യാബിനറ്റ് തീരുമാനത്തിലെ ഓരോ ഫയലും എക്സ്ക്ലൂസീവ് വാർത്തയാകുന്ന ചരിത്രം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ടാവില്ല സഖാക്കളെ. ഓരോ ഫയൽ വരുമ്പോൾ അത് എക്സ്ക്ലൂസീവ് വാർത്തയാണ്. 500 ഏക്കർ, 1000 ഏക്കർ, 10,000 ഏക്കർ സാധാരണക്കാരന്റെ ഭൂമി എടുത്ത് വലിയ കുത്തക മുതലാളികൾക്ക് കൊടുക്കുന്ന നെറികെട്ട ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ ആവേശം കൊണ്ടിട്ടൊന്നും കാര്യമില്ല സർ. അഴീക്കോട് KM ഷാജിയുടെ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ മേൽക്കൈ അവർക്കുണ്ട്. അതിനെ മറികടക്കാൻ ഈ മാധ്യമ താരപ്രഭ മതിയാകുമോ? നമുക്ക് 500 വോട്ടിന്റെയോ 1000 വോട്ടിന്റെയോ പ്രതീക്ഷകളല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ പഴയ രീതിയുണ്ടല്ലോ, പഴയ നിയോജക മണ്ഡലം ഉണ്ടല്ലോ, അതിലൊരു ചുവപ്പുണ്ടല്ലോ, കടും ചുവപ്പ്. 20,000-ഉം 25,000-ന്റെയും കടും ചുവപ്പ്. ആ കടും ചുവപ്പിലേക്കാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തെ നിങ്ങൾ എത്തിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ എത്തിക്കേണ്ടത്. അതിനു വേണ്ടി നമുക്കറിയാമല്ലോ M പ്രകാശ മാസ്റ്റർ എങ്ങനെയാണ് തോറ്റതെന്ന്. നെറികെട്ട പ്രവർത്തനത്തിലൂടെയാണ്, അരക്ക് താഴെ അടിച്ചിട്ടാണ് അദ്ദേഹത്തെ ഈ മണ്ഡലത്തിൽ തോൽപ്പിച്ചത്. അമ്മാതിരി പ്രവർത്തനങ്ങളാണ് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ പേടിയുണ്ട്. പേടിയെല്ലാം മറികടക്കാൻ ആ ക്രിക്കറ്റൊക്കെ കളിച്ച് ഒന്നുകൂടി ഉഷാറാവുക. പക്ഷേ ക്രിക്കറ്റ് മാത്രം കളിച്ചാൽ പോരാ എന്നതുകൂടി ശ്രദ്ധിക്കണം. പോസ്റ്റർ അടിക്കാൻ ഫോട്ടോയൊക്കെ നേരത്തെ എടുത്തതുകൊണ്ട് സമാധാനമുണ്ടാകും. പട്ടിക പ്രഖ്യാപിക്കാൻ വൈകിയത് മൂലം ഫോട്ടോഷൂട്ട് പോലും കുഴപ്പത്തിലായവരുടെ കാര്യം കഷ്ടമാണ്. കോൺഗ്രസിൻ്റെ വൈകി വന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയായ ലാലി വിൻസെന്റിന്റെ കാര്യം നോക്കുക. ഒന്നാമത് തോമസ് ഐസക്കിനെയാണ് നേരിടേണ്ടത്. പണ്ട് മഹാരാജാസിൽ പഠിക്കുമ്പോൾ ഐസക്കിനും കൂട്ടർക്കുമെതിരെ മത്സരിച്ച് ജയിച്ചതിൻ്റെ ആത്മവിശ്വാസം ലാലി വിൻസെന്റിനുണ്ട്. എന്നാലും എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് താമസം മാറ്റണം. അതിനു മുമ്പ് പോസ്റ്റർ അടിക്കാൻ ഫോട്ടോകൾ എടുക്കണം. ആ ഫോട്ടോഷൂട്ട് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അപ്പൊ ഈ കൈ വികലാംഗ കൈ പോലെ നിൽക്കണ്ടല്ല, അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞ കൈ, ആ കൈ വികലാംഗ കൈ പോലെ മോനെ കൈയുടെ പൊസിഷൻ നോക്കിക്കേ. അപ്പുറത്തെ കൈ കാണില്ല, ഈ സാരിയുടെ മോളിൽ താഴെ ഇപ്പുറത്തെ കൈ അത് കാണാം, അത് കയറ്റി വെക്കാം. കൈ കാണണം, ഇത് കയറ്റി വെക്കാനോ? ഇല്ല മോനെ, ഞാൻ ആക്കിട്ട് ഇത് ശ്രീവിദ്യ സ്റ്റൈല. സാരല്ല, ഇപ്പൊ ഇട്ടോ, കാരണം ആലപ്പുഴക്കാരെന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ എന്തിനാലും ഞാൻ സന്തോഷിക്കുന്നത്, അങ്ങനെയെങ്കിലും അവരെന്നെ അറിയുമല്ലോ. എത്ര കൂടുതൽ വന്നാലും അത്ര നല്ലതാണ്. പിന്നെ സമയമല്ലേ. പിന്നെ ഫോട്ടോ കൊള്ളാം അല്ലേ? കുറച്ചുകൂടെ അടുത്ത് തന്നെ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ഇത് കൊടവയറ് മുടക്കാനുള്ള സൂത്രമാണ്. ശ്രീവിദ്യ പണ്ട് ഞാൻ
ചോദിച്ചു എന്തെങ്കിലും ഇട്ടേക്കണേ, എനിക്ക് വയറുണ്ടതാണ് കേട്ടത്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. പണ്ട് മഞ്ഞിലെറിഞ്ഞ പൂക്കളുടെ കക്കയിലൊക്കെ നായിക വീട്ടിലെ ആൾക്കാർക്ക് വിടുന്നതാണ് പറഞ്ഞത്. അന്ന് പോയിരുന്നെങ്കിൽ ഞാൻ എത്ര അവാർഡ് മേടിച്ച് ടേപ്പ് ജഗദീഷിന് പോലെ വന്നേ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാതിരുന്നത് എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ ഡെമോക്രസിയൊക്കെ പെട്ടുപോയനെ. എന്തായാലും ആലപ്പുഴയിൽ മത്സരിക്കുകയാണല്ലോ. ഐസക്കിനോട് പണ്ട് മഹാരാജാസ് മുതലേ ഏറ്റുമുട്ടിയതാണ്. ജയപ്രതീക്ഷയുണ്ടോ? മഹാരാജാസ് കോളേജിലെ KSUവിൻ്റെ വൈസ് ചെയർമാൻ മുതൽ ഫസ്റ്റ് PDC റെപ്പ് വരെ 1978-79 കാലഘട്ടത്തിൽ 28 വർഷത്തിന് ശേഷം SFIയുടെ പാനലിനെ തോൽപ്പിച്ച വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. അന്ന് തോമസ് ഐസക് അവിടെ സീനിയറായിട്ട് പഠിക്കുന്നുണ്ട്. അവർ നിർത്തിയ പാനലാണ് ഞങ്ങൾ തോൽപ്പിച്ചത്. ലാലി വിൻസെന്റിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് അമ്മേ ശരണം. 240-ലേറെ MLA-മാരും ADMKയിൽ മത്സരിക്കുമ്പോൾ അതിൽ ആരുടെ പേരും പറയാതെ അമ്മയുടെ വായിൽ നിന്നും എൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം ഇതിനകത്ത് പറയേണ്ട എനിക്ക് വലിയ കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ അരുവിക്കര വെള്ളം കിടപ്പുണ്ട്. നമ്മൾ എവിടെയെങ്കിലും അതിനകത്ത് ചെളി കയറി നിറങ്ങി കിടക്കുന്നതല്ലേ നമ്മളെ സ്വന്തം ഡാമുകൾ സംരക്ഷിക്കുന്നുണ്ടോ? അടങ്കപ്പാ, ഇത് ഉലക നടിപ്പുടാ സാമി.